ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ആഴ്ചത്തെ മോർണിംഗ് വൈബ് വീഡിയോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ. സോ ഇന്നത്തെ ഒരു മോർണിംഗ് വൈബ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ 9 മണി കേട്ടോ, ചെറുതായിട്ട് മഴ ചാരുന്നുണ്ട്. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. സോ വീടിൻ്റെ ഏറ്റവും മുകളിൽ 3-ാം നിലയിലാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇന്നത്തെ ദിവസം, ഇന്നത്തെ മോർണിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. നമ്മുടെ വെയിലിലുള്ളൊരു ചെടി നോക്കി, ഈ ഒരു സമയത്ത് നന്നായിട്ട് പൂക്കും കേട്ടോ. ഇന്ന് രാവിലത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് നോക്കെ, നമ്മുടെ നന്ദിനി കുട്ടിയും നമ്മുടെ വേറൊരു പശുക്കളും രണ്ടുപേരും ഒരുമിച്ചിട്ട് മേയുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ രാവിലെ തന്നെ ചോർച്ചൽ തോന്നുന്നു ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു ഏകദേശം 9:30 മണിയായിട്ടോ. നമ്മുടെ വാട്ടർ ലില്ലിയിലെ ഉണങ്ങിയ ഇലകളും പിന്നെ നമ്മുടെ പൂക്കൾ ചീഞ്ഞു പോയിട്ട് ഇലകളിലൊക്കെ ഇതുപോലെ പറ്റി പിടിക്കും. അപ്പോൾ അതുപോലുള്ളതിനൊക്കെ ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട്, ഇതിലൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ചീഞ്ഞ ഇലകളൊക്കെ. അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് ഇതുപോലെ മാറ്റാം. ആക്ച്വലി നമ്മുടെ വാട്ടർ ലില്ലിക്ക് നന്നായിട്ട് പുഴുക്കൾ ഇതുപോലെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനു വേണ്ടി മുകൾ ഭാഗത്ത് ഇതുപോലെ എന്താ പറയുക, നമ്മുടെ ഗമേക്ഷൻ പൊടി ഉണ്ടല്ലോ, ഉറുമ്പിനെ കൊല്ലുന്ന പൊടി, അത് വെതറി കൊടുത്താൽ മതി കേട്ടോ. ഇത് ഉറുമ്പൊക്കെ കടിച്ച ഇലകളൊക്കെ ഇതുപോലെ മാറ്റും. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ജറാനിയത്തിലൊക്കെ മൊട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ നല്ലൊരു കളറാണിത്. സോ നമ്മുടെ ഉണങ്ങിയ ജറാനിയമുണ്ട്, അതിനൊക്കെ ഒന്ന് എന്താ പറയുക, ചെടിയിൽ നിന്ന് പറിച്ച് മാറ്റാം. ഇതുപോലതൊക്കെ പറിച്ച് മാറ്റിയാൽ നമുക്ക് നല്ല മൊട്ടുകൾ എന്നും കിട്ടും. നോക്കി, ഇപ്പോൾ ഇതിൽ തന്നെ ഒന്ന് പൂ വന്നിട്ടുണ്ട്. ഇത് കുഞ്ഞു മൊട്ട് 2, 3 ഇതുപോലെ കുറച്ച് മൊട്ടുകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ എന്നും നോക്കുവാണെങ്കിൽ നമ്മുടെ ജറാനിയത്തിൽ ഇതുപോലെ മഞ്ഞളിച്ച ഇലകളുണ്ടാവും, എന്നും ഉണ്ടാവും കേട്ടോ. പുതിയ ഇലകൾ വരും, പഴയ ഇലകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊക്കെ എടുത്ത് പറിക്കുക. ഏകദേശം നമുക്ക് 1 മണിക്കൂർ മാത്രം ഇതിൻ്റെ പിറകോട്ട് നമ്മൾ പോയാൽ നല്ലൊരു സമാധാനവും സന്തോഷവും കിട്ടും കേട്ടോ. നല്ല രീതിയിൽ പൂക്കളം കിട്ടും. പിന്നെ നമ്മുടെ ജർബറ പൂ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിൽ ജർബറിൻ്റെ ചട്ടിയിൽ പെരിച്ചായി വന്നിട്ട് മൊത്തം, ആദ്യമായിട്ടാണ് ഇവിടെ പെരിച്ചായി വന്നത്, മൊത്തം നശിപ്പിച്ചു പോയിട്ടോ. നമ്മുടെ കാക്ടസൊക്കെ ആക്ച്വലി ഡസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ജസ്റ്റായിട്ട് ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മൾ ആക്ച്വലി ഇതിനെ കയ്യിൽ, നിങ്ങൾ വിചാരിക്കും കൈ കൊണ്ട് ചെയ്തൂടെ, കൈ കൊണ്ട് ചെയ്താൽ നോക്കെ നല്ല രീതിയിൽ പോയി കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ നോക്കെ, ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ചെയ്താലുണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഇത് പൊട്ടി കിട്ടും. ഇങ്ങനെ ഇതുപോലെ ഇതിങ്ങനെ മണിമണി കൈ ഞാൻ കയ്യിലിങ്ങനെ ഇളക്കുവാണല്ലോ, ഇതുപോലെ നമുക്ക് വെറുതെ ചെടികൾ ചാവും. അപ്പോൾ അതിലേക്കൊക്കെ ജസ്റ്റ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് കാണും. ഓക്കെ, ക്ലിയർ ആണോ അല്ലയെന്ന് അറിയില്ല. ഓക്കെ, അപ്പുറത്തെ ഭാഗത്ത് പറമ്പിൽ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ. പശുക്കൾ മേയുന്ന സ്ഥലത്ത് ടെറസിൽ നിന്ന് നല്ല കാഴ്ചയാണ് ഇതൊക്കെ. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ചെടികളുടെ ഇലകളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ആക്ച്വലി ഇത് എൻ്റെ കുഞ്ഞു വേർട്ടിക്കൽ ഗാർഡൻ കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് നല്ല ചെടികൾ മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ. പിന്നെ അപ്പുറത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ പിങ്ക് കേർലി ലേഡി ഉണ്ട്. ആക്ച്വലി നമ്മുടെ ഇൻപേഷ്യൻ ഗണത്തിൽപ്പെടുന്ന നമ്മുടെ എപ്പീഷ്യൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ. കാരണം ഒന്നുമല്ല, വെള്ളം കൂടിപ്പോയി, ഇട്ട് കൊടുക്കുന്ന വെള്ളം കൂടിപ്പോയി. ഇത് കുഞ്ഞു പോട്ടിൽ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. ഇപ്പുറത്ത് നമ്മുടെ ഇംഗ്ലണ്ട് റോസൊക്കെ നല്ല രീതിയിൽ പൂത്ത് നിന്നിട്ടുണ്ട്. താഴെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഓറഞ്ച് റോസ് പൂത്ത് നിൽക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് മൊട്ടുകളുണ്ട്. വേറെ ഒരുപാട് മൊട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി വൈറ്റ് റോസാണ്, വൈറ്റ് ബട്ടൺ റോസാണ്. ഇതിലൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, മൊട്ടുകളുണ്ട്. ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്ന വെള്ളം നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. മുട്ടത്തോടും ചാണകം മാത്രം കേട്ടോ. അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് ആർക്കിഡിലൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ ഇവർക്ക് സമയം കൊടുത്താലുണ്ടല്ലോ, ഇവർ നല്ല പൂക്കളായിട്ട് നമ്മുടെ മുമ്പിൽ ഒക്കെ ചിരിച്ചോണ്ട് നിൽക്കും. എന്തൊരു സന്തോഷം ആക്ച്വലി ഇവരൊക്കെ കാണുമ്പോൾ.
തൊട്ടപ്പുറത്തെ നമ്മുടെ 10 മണി ഉണങ്ങിപ്പോയി കേട്ടോ. പുതിയതായിട്ട് കൊണ്ടുവന്ന് വെച്ച ചെടിയാണത്. അതുപോലെ ഈ ഒരു ഷോ പ്ലാന്റിൻ്റെ താഴെ ഭാഗത്തൊക്കെ നോക്ക്. ഇതൊക്കെ രാവിലെ എന്നും എനിക്ക് കുറച്ച് ഇവർ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ട് നിന്ന സ്നേഹത്തിൽ തന്നെ നിൽക്കും. പക്ഷേ ഇവരുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കണ്ടേ. സോ നോക്കേ, എന്നും വൃത്തിയായിട്ട് വെക്കണം. എനിക്കില്ലെങ്കിൽ ആവില്ല കേട്ടോ. ഞാൻ എന്നും ഇവരുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് എനിക്കിവർ നല്ല രീതിയിൽ വെക്കണം, വൃത്തിയിൽ വെക്കണം. സ്പൈഡർ പ്ലാന്റിലേക്ക് ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവും. ആക്ച്വലി ഒരുപാട് ചട്ടിൽ സ്പൈഡർ പ്ലാന്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ ഭാഗത്ത് കുറച്ച് പുല്ലുകൾ, ഇതൊക്കെയാണ് എന്നും ഞാൻ രാവിലെയും വൈകിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ ഇതൊരു ബോൺസായി ചിത്തിയാണ്. എന്നും പൂ ഉണ്ടാവും കേട്ടോ. പിന്നെ അവരുടെ ഉണങ്ങിയ ഇലകൾ, ഉണങ്ങിയ പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്നും എന്നും മൊട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇങ്ങനെ വെച്ചു. ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല പൂക്കൾ കാണാൻ പറ്റും കേട്ടോ. കാരണം അന്നന്ന് എന്നും പൂക്കളുണ്ടാവും, എന്നും ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് പോകും. അപ്പോൾ ഇതിന് ഞാൻ ആക്ച്വലി സെറ്റ് ചെയ്തത് പിങ്കാണ്. ആക്ച്വലി കളറ് നല്ല പിങ്ക് കളറ് പോട്ടിൽ തന്നെ സെറ്റാക്കി കൊടുത്തു. ഓക്കെ, നമ്മുടെ ടെറസ് ഗാർഡനിൽ പോകുമ്പോൾ, ടെറസ് കിച്ചൺ ഗാർഡനിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് കേട്ടോ. ഞാനവിടെ സ്പൈഡർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും സ്പൈഡറിൻ്റെ വേറൊരു വെറൈറ്റി, തൊട്ടപ്പുറത്ത് നമ്മുടെ കണ്ണാടി ചെടിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ടേർട്ടിൽ വൈൻ കേട്ടോ. പിന്നെ കുറച്ച് കണ്ണാടി ചെടികളും കുറച്ച് കളർ ലീവ്സ്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ പയർ നല്ല രീതിയിൽ പൂക്കൾ വിട്ടിട്ടുണ്ട്. ഇത് നല്ല കുഞ്ഞു കുഞ്ഞു പയറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ എന്താ പറയുക, ജർബറ മൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഇത് കാണുന്നത് നമ്മുടെ പാലക്ക കേട്ടോ. പാലക്കിൻ്റെ വിത്തിട്ടതാണ്. ഇത് നൂക്കോലെന്ന് പറയും. നമ്മുടെ എന്താ പറയുക, ബീട്രൂട്ട് വിഭാഗത്തിൽ പെട്ട അതിൻ്റെ മുകൾ ഭാഗത്താണ് ഞാൻ നമ്മുടെ പുതിന വെച്ചിട്ടുള്ളത്. ഇവിടെ കുഞ്ഞാളെ വെച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു ചെടിയാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് രാവിലത്തെ കലാപരിപാടികൾ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളും ഇതുപോലെ ഗാർഡൻ ലവർ ആണെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. നമ്മുടെ ടെറസിൽ കുഞ്ഞു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ നമുക്ക് എന്ത് മാനസികമായിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.